എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീത. വെൽക്കം ബാക്ക് ടു വിനി ഈസി റെസിപ്പി. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ടുള്ള സോയ ചങ്ക്സ് കൊണ്ടുള്ള നമ്മൾ ഇറച്ചിയൊക്കെ ഉണ്ടാക്കില്ലേ, മീറ്റ് കറി, അതുപോലത്തെ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ചോറിനും ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനും പിന്നെ കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ടാക്കിയ ദോശയ്ക്കും അപ്പത്തിനൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 1 കപ്പ് സോയ ചങ്ക്സാണ് പാത്രത്തിലേക്ക് ഇട്ടത്. ഇനി നമുക്കതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിലും കുതിർത്ത് വയ്ക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ലോണം വെള്ളം ഒഴിക്കുക. അത് നന്നായിട്ട് വീർത്ത് നല്ലോണം കുതിർന്ന് വരട്ടെ. അപ്പോൾ ഒരു അരമണിക്കൂർ വെച്ചേക്കൂ. അരമണിക്കൂറിന് ശേഷം ഇത് ഇത്തിരി വലിയ സോയ ചങ്ക്സാണ്, അപ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ ആദ്യം വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇവിടെ ഞാൻ ഒരു ഉള്ളി, ഒരു സവോള, ഒരു ഉരുളൻകിഴങ്ങ്, ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ഉരുളൻകിഴങ്ങ് കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഒരു ഉരുളൻകിഴങ്ങ്, 2 പച്ചമുളക്, ഒരു തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി എന്നാണ് നന്നാക്കി വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ സോയ ചങ്ക്സ് വെള്ളത്തിലിട്ട് അരമണിക്കൂറായി, നല്ലോണം വീർത്ത് വന്നു കണ്ടോ. ഇനി നമുക്ക് ഞാനിതൊന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. ഇത് ഒരുപാട് വലുതാണ്, അപ്പോൾ ഞാൻ ചെറുതാക്കട്ടെ. ഞാൻ ആ സോയ ഒന്ന് ചെറുതായിട്ട് മുറിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഇതിൽ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഉള്ളി, നമ്മൾ ഒരു ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഉരുളൻകിഴങ്ങ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചേക്കാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടുക നല്ലത്, അപ്പോൾ ചതച്ചിട്ടു. ഇനി തക്കാളി മുറിച്ച് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു 2 ടീസ്പൂണോളമാണ് മല്ലിപ്പൊടി ചേർക്കണത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മുളക് പൊടി എരിവ് അനുസരിച്ച് ഇടണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഇടണുള്ളൂ. പച്ചമുളക് നല്ല എരിവുള്ളതാണ്. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടു. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഇനി നമുക്ക് ഇത് വേവാനുള്ള അത്രയും വെള്ളം, ഞാനൊരു 1.5 ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ട് കുക്കർ അടച്ച് നമുക്ക് 2 വിസിൽ വരുന്നവരെ മീഡിയത്തിൽ വേവിച്ചെടുക്കണം. 2 വിസിൽ വരുന്നവരെ മീഡിയത്തിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വറ്റൽമുളകാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഒരു 7-8 ചെറിയ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഓപ്ഷനിലാണ്, വീട്ടിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കർ 2 വിസിലൊക്കെ വന്നു. നമുക്ക് തുറന്ന് നോക്കാം വെന്തോന്ന്. ഇതാ കണ്ടില്ലേ, നന്നായി വെന്തിട്ടുണ്ട്. നമ്മുടെ സോയ ചങ്ക്സൊക്കെ നല്ല സോഫ്റ്റായി. ഇനി നമുക്ക് ഒരു കയ്യിൽ വെച്ച് ആ ഉരുളൻകിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ കറിക്ക് നല്ല തിക്നെസ് വരും. ഒന്ന് ഉടച്ചു കൊടുക്കുക. ഞാൻ അടുപ്പത്തെ ചീഞ്ചട്ടിയിൽ ഒരു 2 ടേബിൾ സ്പൂണോളം റീഫൈൻഡ് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടാവുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 3 കരയാമ്പൂ ഇട്ട് കൊടുത്തു. ഇനി ഒരു കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മളെടുത്ത് വെച്ച് വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ച് ചേർക്കുക. പിന്നെ നമ്മൾ ഉള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടില്ലേ, ചെറിയ ഉള്ളി, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ചുമന്ന നിറമാവുന്നവരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് ചീന്തിയിട്ടിട്ടുള്ളൂ, അപ്പോൾ നല്ല മണം വരും. കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് 1 സ്പൂൺ പെരിഞ്ജീരകം ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, പൊടിച്ചതല്ല, നല്ലോണം ചതച്ച് വെച്ചാണ്. ആ മിക്സിയിലൊന്ന് കറക്കി എടുത്താലും മതി. അതിട്ട് കൊടുക്കുക. അത് നല്ല ഫ്ലേവർ വരും കേട്ടോ പെരിഞ്ജീരകം ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ പെരിഞ്ജീരകം ചേർത്ത് നമ്മൾ വഴറ്റിയെടുത്തു. ഇനി നമുക്ക് അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർത്തു. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തോളൂ. ഞാൻ ഇതിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. ഇനി നമുക്ക് ഈ മസാല ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിന് വലിയ എരിവൊന്നുമില്ലല്ലോ. ഒരു നിറത്തിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി മല്ലിയില ഉണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് ഈ മസാലയുടെ കൂടെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം മല്ലിയില ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് വഴറ്റാം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മുടെ മസാലയൊക്കെ തയ്യാറായി. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച് സോയ ചങ്ക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ സോയ ചങ്ക്സ് ചേർത്ത് കൊടുത്തു.
വെള്ളം കുറച്ച് ചാറ് അധികം വേണ്ടവർക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. ഒരു അര ഗ്ലാസ് വെള്ളത്തോട് കൂടി ഉണ്ടാക്കണവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ അധികം വെള്ളത്തോട് ഉണ്ടാക്കണില്ല. ഏതെങ്കിലും ഉരുളക്കിഴങ്ങ് ഉടയാണ്ട് കിടക്കണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്തോളൂ. അപ്പോൾ നമ്മൾ കറി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ ഈ വറുത്തിടുമ്പോൾ ഇട്ട മസാലയും കൂടി നന്നായിട്ട് പിടിക്കണ്ടേ, അതിന് വേണ്ടി ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ സോയ ചങ്ക്സിൻ്റെ ഈസി ആയിട്ടുള്ള ഇറച്ചിക്കറി പോലെ ഉണ്ടാക്കണ കറി തയ്യാറായി. ഇനി നമുക്കത് ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം കേട്ടോ. സോയ ചങ്ക്സിൻ്റെ ഈസി ആയിട്ടുള്ള ഇറച്ചിക്കറി ഉണ്ടാക്കണ പോലത്തുള്ള കറിയാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇത് ചപ്പാത്തിക്കും ചോറിനും കുറച്ച് ചാറോട് കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ദോശയ്ക്കും അപ്പത്തിനൊക്കെ ഉണ്ടാക്കാം. അത് നമ്മൾ ഏത് ഫുഡാണെന്ന് വെച്ചാൽ അത് അനുസരിച്ച് ഉണ്ടാക്കുക. എല്ലാവരും ചെയ്തു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ ഡിഷായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ. താങ്ക് യു.